Yes, good afternoon, everybody. നീൽസ് അക്കാദമിയുടെ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിഷ് യു എ നൈസ് ഫ്യൂച്ചർ. എല്ലാവർക്കും ഒരു നല്ല ഭാവി നേരുന്നു. നമ്മളിന്ന് SCERT സീരീസിലെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 അധ്യായം 8 കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേട്ടോ. തുടർച്ചയായിട്ട് ധാരാളം ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ്. +2 ലെവലും 10th ലെവല്, ഡിഗ്രി ലെവല്, LDC ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളിലും തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു സെക്ഷനാണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പോർച്ചുഗീസ് മേൽക്കോയ്മ തൊട്ട് അവിടെ അങ്ങോട്ടുള്ള ധാരാളം വരുന്നു. ഓക്കെ, അപ്പോൾ തുടർച്ചയായിട്ട് ചോദ്യങ്ങളുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക, പോയിന്റുകൾ എഴുതി വെക്കുക. വൺസ് അഗെയിൻ വിഷ് യു എ നൈസ് ഫ്യൂച്ചർ. ഓക്കെ, കേരളം ആധുനികതയിലേക്ക് എന്നാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, വളരെ തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. നമ്മൾ ചെറിയ ഒരു തടസ്സം വന്നു അല്ലെ. നോക്കൂ, ആദ്യമായിട്ട് നമുക്ക് കാണുന്നതിൽ ഒരു വാചകം വായിക്കാം. നമുക്ക് സമീപസ്ഥമായി മനോഹരമായി മലനിരകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. കരയോട് കുറെ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ കലൈക്കുറ്റിന് വടക്കായിട്ടാണെന്നും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും. അന്ന് രാത്രി കലൈക്കുറ്റ് പട്ടണത്തിന് 2 കാതം ദൂരെ ഞങ്ങൾ നങ്കൂരമിട്ടു. കാപ്പാട് എന്ന ഈ പട്ടണത്തെ ഞങ്ങളുടെ വഴികാട്ടി കലൈക്കൂറ്റ് എന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ് ഇപ്രകാരം ചെയ്തത്. അല്പം ദൂരെയായി പന്തരിനി അഥവാ പന്തലായിനി എന്ന പട്ടണമുണ്ട്. 4 വഞ്ചികളിലായി കരയിൽ നിന്ന് പുറപ്പെട്ട കുറെ പേർ ഞങ്ങളെ സമീപിച്ചു. അവർക്കറിയേണ്ടത് ഞങ്ങൾ ഏത് നാട്ടുകാർ ആണെന്നായിരുന്നു. കലൈക്കുറ്റിലേക്കുള്ള വഴി അവർ ചൂണ്ടിക്കാണിച്ചു തന്നു. ഇത് ഒരു വാചകമാണ്. ഇതൊരു ഡയറി കുറിപ്പ് പോലെ 1498. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് യൂറോപ്യർ ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയത്. യൂറോപ്യർ ആദ്യമായിട്ട് കേരളത്തിലേക്ക് എത്തിയത് എന്ന് 15ാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത്. അതില് അവസാന സമയത്ത് എന്ന് പറയുമ്പോൾ കൃത്യം വർഷം ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ പാശ്ചാത്യർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇവിടേക്ക് വന്നത് വാസ്കോഡ ഗാമയാണ് നേതൃത്വം നമുക്കറിയാം. ആ വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികർ പലവട്ടം എക്സാമിന് ചോദിച്ചതാണ്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്?
അൽവാരോ വെൻഹോ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികന്റെ പേര് അൽവാരോ വെൻഹോ. അൽവാരോ വെൻഹോ തുടർച്ചയായിട്ട് ചോദിച്ച ചോദ്യമാണ്. പ്രത്യേകം ആ പേര് ആലോചിക്കുക, അൽവാരോ വെൻഹോ. ഓക്കെ. അതുപോലെ അവര് കലൈക്കുറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ കാലിക്കറ്റ് ആണ്. അതുപോലെ അവര് കാപ്യ എന്നിട്ട പേര് കാപ്പാടാണ്. രണ്ടും നമുക്ക് മനസ്സിലാവും. ഒരിക്കൽ കൂടി പറയാണ്, ആരാണ് അൽവാരോ വെൻഹോ? അൽവാരോ വെൻഹോ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. പേര് അൽവാരോ വെൻഹോ. പേര് മാറിപ്പോകരുത്, അൽവാരോ വെൻഹോ കേട്ടോ. അപ്പോൾ വർഷം കൊടുത്തിട്ട് നമുക്കറിയാം, വാസ്കോഡ ഗാമ ഇവിടേക്ക് എത്തിയ വർഷം 1498 മെയ് 20. വാസ്കോഡ ഗാമ കാപ്പാടിലേക്ക് കപ്പൽ ഇറങ്ങിയ വർഷം 1498. കൂടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് നാവികന്റെ പേര് അൽവാരോ വെൻഹോ. ഓക്കെ. ഇനിയും നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഇതിന് അടുത്ത ഭാഗമായിട്ട് പറയുമ്പോഴും മുകളിൽ കൊടുത്തിട്ടുള്ള ഡയറി കുറിപ്പ് എന്താണ് സൂചിപ്പിച്ചു? എന്താണ് സൂചിപ്പിക്കുന്നത്? നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരളത്തിൽ എത്തുന്നത്. യൂറോപ്യർ വ്യാപാരത്തിനായി കേരളത്തിൽ എത്തിയത് എപ്പോൾ? 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം. യൂറോപ്യർ വ്യാപാരത്തിനായി കേരളത്തിൽ എത്തിയത് എന്ന്? 15-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത്. ഇനി ആ സമയത്ത്, അതായത് യൂറോപ്യർ വ്യാപാരത്തിനായി ഇവിടെ വരുന്ന സമയത്തും പ്രധാനമായിട്ടും കേരളീയർ വ്യാപാരം നടത്തിയത് ആരുമായിട്ടായിരുന്നു? ചൈനക്കാരും അറബികളുമായിട്ടായിരുന്നു. കേരളീയർ, അതായത് പാശ്ചാത്യർ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളീയർ വ്യാപാരം നടത്തിയത് ഏത് രാജ്യങ്ങളുമായിട്ടാണ്? ചൈന, അതുപോലെ തന്നെ അറേബ്യ. ഇനി അവരുടെ, അഥവാ ചൈനക്കാരുടെയും അറേബ്യക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുകയായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. അതായത് പാശ്ചാത്യരുടെ ഇവിടേക്ക് വരവിന്റെ പ്രധാന ലക്ഷ്യം, ആരുടെ? പോർച്ചുഗീസുകാരുടെ കേരള തീരത്തിലേക്കുള്ള വരവിന്റെ പ്രധാന ലക്ഷ്യം എന്ത്? പ്രധാന ലക്ഷ്യം അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക. അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കേരളത്തിലേക്കുള്ള വരവിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ കോഴിക്കോട്ടെ ഭരണാധികാരി എല്ലാവർക്കും അറിയുന്നതാണ്, സാമൂതിരി. ആ സാമൂതിരിയോട് അദ്ദേഹം വ്യാപാരം നടത്തിയിരുന്ന അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആരാവശ്യപ്പെട്ടു? പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. പോർച്ചുഗീസുകാർ കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് എന്താണ് ആവശ്യപ്പെട്ടത്? കച്ചവടം നടത്തിയിരുന്ന അറബി കച്ചവടക്കാരെ പുറത്താക്കണം. എന്നാൽ ഈ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചില്ല. തുടർന്ന് കോഴിക്കോടിന്റെ ശത്രു രാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ പരിശ്രമിച്ചു. കേരളത്തിന്റെ ശത്രു രാജ്യമായ കൊച്ചി, അന്ന് കേരളത്തിന് ശത്രു രാജ്യമായി കണക്കാക്കിയത് കൊച്ചിയാണ്. കൊച്ചി. ആ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച പാശ്ചാത്യ ശക്തി ഏത്? പോർച്ചുഗീസ്. ഓക്കെ. ആര്? പോർച്ചുഗീസുകാര്. കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ ശ്രമിച്ച പാശ്ചാത്യർ ആര്? പോർച്ചുഗീസുകാർ. അവര് വന്നത് 1498 മെയ് 20. അദ്ദേഹത്തോടൊപ്പം പ്രധാന തലവനായ വാസ്കോഡ ഗാമയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പോർച്ചുഗീസ് നാവികന്റെ പേര് അൽവാരോ വെൻഹോ. അന്ന് ഭരിച്ചിരുന്നത് സാമൂതിരി ആരുമായിട്ടാണ് വ്യാപാരം ഉണ്ടായിരുന്നത്? അറബികളും അതുപോലെ തന്നെ ചൈനക്കാരുമായിട്ട്. ഓക്കെ. അന്ന് കോഴിക്കോടിന് ശത്രു രാജ്യം, അതായത് പാശ്ചാത്യർ ഇവിടെ വരുമ്പോൾ കോഴിക്കോടിന്റെ ശത്രു രാജ്യം ഏതായിരുന്നു? അത് കൊച്ചിയാണ്. ഓക്കെ. ഇനി നോക്കൂ, നെക്സ്റ്റ് പറയുന്നത് കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്ക് ശക്തമായിട്ട് നിലനിന്നു. പക്ഷെ എങ്കിലും അത് വിജയിക്കാനായില്ല. ഇനി
ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ആരാണ് കുഞ്ഞാലി മരക്കാർ? വ്യക്തമായിട്ട് നോക്കൂ. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സാമൂതിരിയുടെ ഒരു വ്യക്തിയല്ല, കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ. അതില് ആ കുഞ്ഞാലി മരക്കാർ ഒരാളല്ല, കോഴിക്കോട് ജില്ലയിലെ പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ആരാണ് കുഞ്ഞാലി മരക്കാർ? കോഴിക്കോട് ഭരണം നടത്തിയ സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവൻ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആര്? കുഞ്ഞാലി മരക്കാർമാർ. മരക്കാർ അല്ല, മരക്കാർമാർ എന്ന് തന്നെ പറയണം. കുഞ്ഞാലി മരക്കാർമാരാണ് കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ. അവരെ ആസ്ഥാനം എവിടെ? ഇവരുടെ ആസ്ഥാനം, കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം ഏത്? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട എവിടെ? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണം. ഈ പുതുപ്പണത്തെ മരക്കാർ കോട്ട ആരുടെ ആസ്ഥാനമായിരുന്നു? കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനമായിരുന്നു. ആരാണ് കുഞ്ഞാലി മരക്കാർ? കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിമാരുടെ നാവിക പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ. ഇവർ 4 പേരുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാർ 4 പേരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാം സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 18-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. അപ്പോൾ ആദ്യം ആരാണ് കുഞ്ഞാലി മരക്കാർമാർ? നമുക്കറിയാം. എന്താ പറയാ? കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർമാർ. ഇവരുടെ ആസ്ഥാനം ഏത്? കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം ഏത്? കോഴിക്കോട്ടെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. മരക്കാർ കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നു? മരക്കാർ കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തിൽ. കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തിലാണ് എന്തുള്ളത്? മരക്കാർ കോട്ട. ആ മരക്കാർ കോട്ടയാണ് കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം. അതുപോലെ തന്നെ ഈ പോർച്ചുഗീസുകാർ, കുഞ്ഞാലി മരക്കാർമാർ എത്ര പേരാണ്? കുഞ്ഞാലി മരക്കാർ 4 പേർ. കുഞ്ഞാലി മരക്കാർ എത്ര പേരാണ്? കുഞ്ഞാലി മരക്കാർ 4 പേർ. അതുപോലെ കുഞ്ഞാലി മരക്കാര് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? ആൻസർ കുഞ്ഞാലി മൂന്നാമൻ. കുഞ്ഞാലി 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4-ാമൻ ഉണ്ട്. അതിൽ കുഞ്ഞാലി മരക്കാർ 3-ാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ ആരെ സഹായിച്ചത്? സാമൂതിരിയെ സഹായിച്ചത്. ആരുടെ കയ്യിൽ നിന്ന്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സഹായിച്ച വ്യക്തിയാണ് കുഞ്ഞാലി മൂന്നാമൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ചാലിയം കോട്ടയിലെ ഈ കുഞ്ഞാലി മരക്കാർ 3-ാമന്റെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഏത്? ഫത്ഹുൽ മുബീൻ. ഫതഹ് എന്ന് പറയുമ്പോൾ അറബിയിൽ വിജയം എന്നാണ് അർത്ഥം. മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തം. അപ്പോൾ വ്യക്തമായ വിജയം എന്ന അർത്ഥം വരുന്ന ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആരെഴുതി? ഫത്ഹുൽ മുബീൻ എഴുതിയത് ആര്? അത് എഴുതിയത് ഖാസി മുഹമ്മദ്. ഫത്ഹുൽ മുബീൻ എഴുതിയത് ഖാസി മുഹമ്മദ്. അതിന്റെ പ്രധാന വിഷയം എന്ത്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട്. ചാലിയം കോട്ടയിലെ ആരുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട്? ചാലിയം കോട്ടയിലെ കുഞ്ഞാലി മൂന്നാമന്റെ കീഴിൽ നടന്ന സാമൂതിരിക്ക് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സഹായിച്ച ആ വിജയത്തെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുബീൻ. അതിന്റെ അർത്ഥം വ്യക്തമായ വിജയം. ഫത്ഹുൽ മുബീൻ എഴുതിയത് ഖാസി മുഹമ്മദ്.
ഫത്തുൽ മുബീൻ എഴുതിയ വ്യക്തി ആര്? ഖാസി മുഹമ്മദ്. ഫത്തുൽ മുബീൻ ഏത് നൂറ്റാണ്ടിലാണ് എഴുതിയത്? 16-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഓരോരോ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ മക്കൾ ആലോചിക്കുക. ഫത്തുൽ മുബീന്റെ അർത്ഥം എന്ത്? വ്യക്തമായ വിജയം. എഴുതിയ വ്യക്തിയുടെ പേര് ഖാസി മുഹമ്മദ്. ഏത് നൂറ്റാണ്ടിൽ എഴുതി? 16-ാം നൂറ്റാണ്ടിൽ. ഏത് ഭാഷയിൽ എഴുതി? അറബി ഭാഷയിൽ. അറബി ഭാഷയിൽ എഴുതിയ ഒരു കാവ്യമാണ് ഫത്തുൽ മുബീൻ. ഓക്കെ, പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതി വെക്കണേ. ഫത്തുൽ മുബീൻ ആരുടെ വിജയത്തെ? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരി സഹായിച്ച കുഞ്ഞാലി മരക്കാർ. ആ യുദ്ധവിജയത്തിന്റെ ആ ഒരു പ്രകീർത്തനമാണ് ഫത്തുൽ മുബീൻ എഴുതിയത്. ആര്? ഖാസി മുഹമ്മദ്. ഓക്കെ, ഇനി നോക്കൂ, അതിനുശേഷം നമ്മൾ കണ്ട കാര്യങ്ങൾ. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചു. അതായത് പോർച്ചുഗീസുകാര്, അതിനുശേഷം വന്ന ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാവരുടെയും പ്രധാന ലക്ഷ്യം ഏതിന്റെയാണ്? കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങൾ. പ്രധാനമായിട്ടും പാശ്ചാത്യ ശക്തികൾ ഇവിടെ എന്തിന്റെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് പരസ്പരം മത്സരിച്ചത്? ഉത്തരം കുരുമുളകിന് വേണ്ടി. വന്ന പോർച്ചുഗീസുകാർക്ക് ശേഷം വന്ന പാശ്ചാത്യ ശക്തികൾ ഡച്ചുകാർ, പിന്നീട് ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, ഇംഗ്ലീഷുകാര്. ഓക്കെ, പിന്നെ 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി. ഏത് വർഷം? ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം ഏത്? 1663. 1663 ആരാണ്, ഏത് പാശ്ചാത്യ ശക്തിയാണ് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയത്? ഒരു പോർച്ചുഗീസുകാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാശ്ചാത്യ ശക്തിയാണ്. പാശ്ചാത്യ ശക്തിയായ പോർച്ചുഗീസുകാരെ മറ്റൊരു പാശ്ചാത്യ ശക്തിയായ ഡച്ചുകാർ തുരത്തി. വർഷം 1663. 1663. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടെ അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു. അപ്പോൾ ഡച്ചുകാര് ആദ്യം പോർച്ചുഗീസുകാരെ 1663 ഇവിടുന്ന് കെട്ടിച്ചു. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അതോടുകൂടി അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു. ഡച്ചുകാർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്ന യുദ്ധം ഏത്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? 1741. 1741. ആരുടെ സഹായത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്? ആരുടെ സഹായത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്? അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയുടെ സഹായത്തോടു കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ യുദ്ധം ഒരിക്കലും പറയാം. ഡച്ചുകാർക്ക് കേരളം വിട്ടു പോകേണ്ടി വന്ന യുദ്ധം 1741 കുളച്ചൽ യുദ്ധം. ഇനി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. പിന്നീട് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധം. ആ കർണാട്ടിക് യുദ്ധങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കൈകളിൽ എത്തിച്ചത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നേടിക്കൊടുത്ത യുദ്ധം ഏത്? യുദ്ധവിജയം ഏത്? കർണാട്ടിക് യുദ്ധം. അതുപോലെ തന്നെ ഡച്ചുകാർക്ക് കേരളം വിട്ടു പോകേണ്ടി വന്ന യുദ്ധം കുളച്ചൽ യുദ്ധം. വർഷം 1741. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ നിന്ന് പോയ വർഷം, അവരെ തുരത്തിയ വർഷം 1663.
വർഷങ്ങൾ യുദ്ധങ്ങൾ കറക്റ്റ് മെമ്മറിയിൽ ഉണ്ടാവട്ടെ കേട്ടോ. പിന്നീട് നമുക്ക് പറയേണ്ടത് ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് അതായത് കുളച്ചൽ യുദ്ധം ആരുടെ അവസാനം കുറിച്ചു? ഡച്ചുകാർക്ക് കേരളം വിട്ട് ഓടേണ്ടി വന്ന യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ആ കുളച്ചൽ യുദ്ധത്തെ കുറിച്ച് സർദാർ KM പണിക്കർ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയ ഒരു കുറിപ്പാണ് ആ പറഞ്ഞിരിക്കുന്നത്. സർദാർ KM ഹിസ്റ്ററി ഓഫ് കേരളയുടെ രചയിതാവ് സർദാർ KM പണിക്കർ. ഹിസ്റ്ററി ഓഫ് കേരളയുടെ രചയിതാവ് ആര്? സർദാർ KM പണിക്കർ. അപ്പോൾ കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാർക്ക് കേരളം വിട്ടോടേണ്ടി വന്ന യുദ്ധം. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു ഒരിക്കലും വന്നില്ല. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600 ആണ്. 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ പ്രതിനിധി കേരളത്തിലേക്ക് എത്തിയ വർഷം 1615 ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒപ്പുവെച്ച കേരള ഭരണാധികാരി സാമൂതിരി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒപ്പുവെച്ച ഭരണാധികാരി സാമൂതിരി. അവര് പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും 5 തെങ്ങിലും പാണ്ഡികശാല അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. ഓക്കെ. കമ്പനി കരസ്ഥമാക്കി. പിന്നീട് പറയുന്ന കാര്യം ഇതാണ്. തുടർന്ന് ആറ്റിങ്ങൽ തിരുവനന്തപുരം റാണിയിൽ നിന്ന് 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി 5 തെങ്ങ് മാറി. 5 തെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത്. ഓക്കെ, നോക്കൂ. ഇനി ഇതില് അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരത്തെ പറഞ്ഞു തുടങ്ങിയ വർഷം 1600, കേരളത്തിൽ എത്തിയത് 1615. അവര് എവിടെയാണ് പാണ്ഡികശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കി? വിഴിഞ്ഞം, തലശ്ശേരി, 5 തെങ്ങ്. ആദ്യം കരസ്ഥമാക്കിയത് വിഴിഞ്ഞത്ത് തലശ്ശേരിയില് 5 തെങ്ങില്. വിഴിഞ്ഞത്തും തലശ്ശേരിയിലും 5 തെങ്ങിലും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് സംഭരണ കേന്ദ്രങ്ങളായിരുന്നു. അതിനുള്ള അനുമതി അവർ കരസ്ഥമാക്കി. തുടർന്ന് പറയുന്നത് നോക്കൂ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതായത് ഇവര് തുടർന്ന് ആറ്റിങ്ങല് അഥവാ തിരുവനന്തപുരം ആറ്റിങ്ങൽ എവിടെയാണ്? ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരത്തെ അവിടുത്തെ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് 5 തെങ്ങിൽ ഒരു കോട്ട പണിയാനുള്ള അനുവാദം. പാണ്ഡികശാല മാത്രം. നേരത്തെ പറഞ്ഞ 3 സെന്റർ ഉണ്ടല്ലോ, എവിടെ 3 സെന്ററുകൾ? 1 വിഴിഞ്ഞം, 2 തലശ്ശേരി, 4 സെന്ററുകൾ. 4 3 ഉള്ളൂ അല്ലെ? വിഴിഞ്ഞം, തലശ്ശേരി, 5 തെങ്ങ്. വിഴിഞ്ഞം തിരുവനന്തപുരത്താണ്, തലശ്ശേരി അറിയാലോ കണ്ണൂരാണ്. 5 തെങ്ങ് എന്ന് പറയുന്നതും ആറ്റിങ്ങൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ ഈ 3 സ്ഥലത്തും അവർ പാണ്ഡികശാലകൾ പണിയാനുള്ള അനുമതി വാങ്ങിച്ചെടുത്തു. ആരാണ് അനുമതി കൊടുത്തത്? അന്നത്തെ ഭരണാധികാരിയായ സാമൂതിരി. ഓക്കെ. അപ്പോൾ അതിന് തുടർന്ന് അവര് ആറ്റിങ്ങല് പാണ്ഡികശാല മാത്രമല്ല ഒരു കോട്ട പണിയാനുള്ള അനുവാദവും നേടിയെടുത്തു. പിന്നീട് അവരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായി 5 തെങ്ങ് മാറി. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട
സൈനിക കേന്ദ്രം ഏത്? 5 തെങ്ങ്. അതായത് നേരത്തെ പറഞ്ഞ സംഭരണശാല, പാണ്ഡികശാലയിൽ 5 തെങ്ങുണ്ട്, വിഴിഞ്ഞുണ്ട്, തലശ്ശേരി ഉണ്ട്. പക്ഷെ വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അവര് പാണ്ഡികശാല മാത്രമായിരുന്നെങ്കിൽ 5 തെങ്ങിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായിരുന്നു. അപ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം ഏത്? 5 തെങ്ങ്. പിന്നെ ഈ 5 തെങ്ങിനെ ഒരു സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവർ സമ്മതിച്ചില്ല, പ്രതിഷേധം ഉണ്ടായി. അങ്ങനെ 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇതാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം മറക്കരുത്, ചോദിച്ചതാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ഈ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. എന്താണ് ആറ്റിങ്ങൽ കലാപം? 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇതിനെയാണ് എന്ത് പറയുക? ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുക. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത നേരത്തൊക്കെ വളരെ വ്യക്തിപരമായിട്ടും സ്വകാര്യമായി ഉണ്ടായിരിക്കാം, പക്ഷെ സംഘടിതമായ കലാപമായിട്ട് കണക്കാക്കുന്നത് 1721 ആറ്റിങ്ങൽ കലാപമാണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യട്ടോ. ഓക്കെ. പിന്നീട് മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ മലബാർ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായി. ഓക്കെ. അപ്പോൾ ഇനി ശ്രീരംഗപട്ടണം സന്ധി ആരൊക്കെ ഒപ്പുവെച്ചത്? ആരെല്ലാം? മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ. മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏത്? ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792. 1792. പിന്നീട് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം ഏത്? 1795. അതിൽ പ്രത്യേക ഉടമ്പടി പ്രകാരം. പിന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ കേരള സ്ഥലമാണ്. അത് കേരളമായിട്ടില്ല എങ്കിലും പറയാണ്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയത് മലബാറിൽ. സാമന്ത രാജാക്കന്മാർ വഴി ഭരണം നടത്തിയിരുന്നത് കൊച്ചിയിലും തിരുവിതാംകൂറിലും. ഒരുപക്ഷെ നമ്മുടെ മലബാറിന്റെ വികസന പിന്നോക്കായ്മയ്ക്ക് ഒരു കാരണം അതാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ കുറെയൊക്കെ മാറി. അപ്പോൾ പിന്നെ കേരളം പൂർണ്ണമായ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് 18ാം നൂറ്റാണ്ടോടെ. 18ാം നൂറ്റാണ്ടോടെ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ കേരളത്തിന്റെ 3 പ്രദേശങ്ങളും പിന്നീട് കേരളമായി മാറിയ 3 പ്രദേശങ്ങളും പരിപൂർണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായി. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധി ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചത്? മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും. ഒപ്പുവെച്ച വർഷം 1792. പിന്നെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് 1795 ഉടമ്പടി പ്രകാരം. ഓക്കെ.
അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ആധിപത്യമാണ് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപം ആറ്റിങ്ങൽ ലഹള നടന്ന വർഷം 1721. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. അന്യരുടെ രാജ്യങ്ങൾ, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശ പാരമ്പര്യമാണ്. അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും. രാജാവിന്റെയും അഭിജാത വർഗത്തിന്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോടെ അവസാനിക്കും. ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തകയാകും. വസ്തുക്കളും വീടും വയലുകളും ഫലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും. ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ട ജന്മാക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും. വേലുത്തമ്പി ദളവയുടെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം എന്ന് പറയുന്ന വിഖ്യാത വിളംബരത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതാനും വാക്കുകൾ പലവട്ടം കേട്ടതായിരിക്കാം. ഇത് കൃഷ്ണ ചൈതന്യ കൃഷ്ണ ചൈതന്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് 51-ാം പേജിലെ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇനി നോക്കൂ, രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിന്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈക്കടത്തലുകൾ അവർക്ക് ഇഷ്ടമായില്ല. ഇതിനെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. അപ്പോൾ ഇനി പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം പഠിച്ചു. വീണ്ടും പറയാണ് 1721 ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന മറ്റുള്ള ചെറുത്തുനിൽപ്പുകൾ ഏതെല്ലാമാണ്? അതിനു മുമ്പായിട്ട് നമുക്കറിയുന്ന പോലെ കേരള സിംഹം എന്ന് പറഞ്ഞ പ്രത്യേകമായ കോഡ്സിംഗിൽ പറയുന്ന സംഗതി നോക്കൂ. പഴശ്ശി രാജ ആരാണ്? കേരളവർമ്മ ചോദിക്കേണ്ട നമുക്കറിയാം, പഴശ്ശി രാജയാണ്. ആ പഴശ്ശി രാജയെ ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെടുന്ന പേര് പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജ. പഴശ്ശി രാജയെ കേരള ചരിത്രം വിശേഷിപ്പിക്കുന്നത് കേരള സിംഹം. അപ്പോൾ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? പഴശ്ശി രാജ. പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? സർദാർ KM പണിക്കർ. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ്. പഴശ്ശി രാജ ബ്രിട്ടീഷുകാർ പിടികൊടുക്കാതെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് നോവലിലെ പരാമർശം. അപ്പോൾ കേരള സിംഹം അറിയാം, പഴശ്ശി രാജ. പഴശ്ശി രാജയെ ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെടുന്നത് പൈച്ചി രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ. പഴശ്ശി രാജയുടെ ജീവിതം അടിസ്ഥാനമാക്കി എഴുതിയ ചരിത്ര നോവൽ കേരള സിംഹം. പഴശ്ശി രാജയുടെ ജീവിതം അടിസ്ഥാനമാക്കി എഴുതിയ ചരിത്ര നോവലാണ് കേരള സിംഹം. അത് രചിച്ചിരിക്കുന്നത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ ചരിത്ര നോവലാണ് ഏത്? കേരള സിംഹം. ആരെ കുറിച്ചാണ്? പഴശ്ശി രാജയെ കുറിച്ച്. ഓക്കെ. ഇനി പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശി രാജയാണ്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശി രാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശി രാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി.
കൈതേരി ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച് നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശി രാജ വധിക്കപ്പെട്ടു. ഓക്കെ, വധിക്കപ്പെട്ടു. നോക്കൂ, പഴശ്ശി രാജയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. പഴശ്ശി രാജയെ കുറിച്ച് ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ പറയുന്ന പേര് പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ, അല്ലെ? അദ്ദേഹം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പഴശ്ശിരാജ, കേരള പഴശ്ശിരാജ. അദ്ദേഹം, അതായത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാം, അതായത് പഴശ്ശി ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ ആര് സഹായിച്ചു? പഴശ്ശിരാജ സഹായിച്ചു. അതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാൻ ബ്രിട്ടീഷുകാർ പഴശ്ശിക്ക് അധികാരം നൽകാം എന്ന് പറഞ്ഞു. പക്ഷെ ആ അധികാരം, എവിടുത്തെ അധികാരം? കോട്ടയം, അവർക്ക് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാം. പക്ഷേ ആ വാഗ്ദാനം ബ്രിട്ടീഷുകാർ പാലിച്ചില്ല. തുടർന്നാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ആ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പഴശ്ശിരാജയുടെ പോരാട്ടത്തിൽ ഒപ്പം നിന്ന വ്യക്തികൾ: 1 ചെമ്പൻ പോക്കർ, 2 കൈതേരി അമ്പു നായർ, 3 എടച്ചേന കുങ്കൻ നായർ. ഈ 3 വ്യക്തികൾ ആരെല്ലാമാണ്? എടച്ചേന കുങ്കൻ നായർ, കൈതേരി അമ്പു നായർ, ചെമ്പൻ പോക്കർ. ഇവരാരെല്ലാമാണ്? ഇവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച ധീര വ്യക്തികൾ. ആരെല്ലാമാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ. ഒരാൾ കൂടെയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ആള്, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. ആരാണ് തലക്കൽ ചന്തു? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച വയനാട്ടിലെ കുറിച്യ നേതാവ്. ആ കുറിച്യ നേതാവിന്റെ പേരാണ് തലക്കൽ ചന്തു. തലക്കൽ ചന്തുവിനോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജയോടൊപ്പം പോരാടിയ ധീര വ്യക്തികൾ 3 പേർ. ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ. ഒപ്പം പറഞ്ഞ പോലെ ഈ തലക്കൽ ചന്തു, അല്ലെ? ഇനി പഴശ്ശി രാജ പക്ഷേ നീണ്ട പോരാട്ടത്തിൽ അദ്ദേഹത്തെ വധിക്കപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് അദ്ദേഹം വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളസിംഹം എന്ന് പറയുന്ന KM പണിക്കരുടെ നോവലിലാണ്. അദ്ദേഹത്തിന്റെ ആ ചരിത്രരേഖയല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ വധിക്കപ്പെട്ടത് 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശി രാജ വധിക്കപ്പെട്ടത്. പഴശ്ശി രാജയെ കുറിച്ചുള്ള കാര്യങ്ങൾ ബ്രിട്ടീഷ് രേഖകൾ പറയുന്ന പേര് പൈച്ചി രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ. പഴശ്ശി രാജയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി KM പണിക്കർ എഴുതിയ ചരിത്ര നോവലിന്റെ പേര് കേരള സിംഹം. അദ്ദേഹത്തിന് ആർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർ സഹായിച്ചു? അദ്ദേഹം മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ നടന്ന പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. തുടർന്ന് കോട്ടയം ഭാഗത്തെ നികുതി പിരിക്കാം എന്ന് വാഗ്ദാനം കൊടുത്തു. പക്ഷെ ആ വാഗ്ദാനം പാലിക്കാത്തത് കൊണ്ട് അവർക്കെതിരെ പോരാട്ടത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച 4 പേർ: ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. അദ്ദേഹം കൊല്ലപ്പെട്ട വർഷം 1805 നവംബർ 30. ഓക്കെ, ഇനി വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചു. 1809 ജനുവരി 11 പുറത്തിറക്കിയ
കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് പ്രസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴി എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പ് തുടർന്നു. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ആരാണ് ബ്രിട്ടീഷുകാരുടെ തിരുവിതാംകൂറിലെയും കൊച്ചിയുടെയും ഇടപെടലിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച രണ്ട് ദിവാൻമാർ, പാലിയത്തച്ഛൻ അതുപോലെ തന്നെ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ വിഖ്യാതമായ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച വർഷം 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം ആരായിരുന്നു? വേലുത്തമ്പി ദളവ. അതിലൂടെ അദ്ദേഹം ആ കുണ്ടറ വിളംബരത്തിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്ത വിളംബരം ഏത്? കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് തുടർന്ന് അങ്ങോട്ട് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി. ഒരേ സമയത്ത് തിരുവിതാംകൂർ, കൊച്ചി ദിവാൻമാരായ വേലുത്തമ്പി, പാലിയത്തച്ഛൻ ഈ രണ്ട് ദിവാൻമാരുടെ സംയുക്ത സൈന്യം അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ അവർക്ക് പരാജയപ്പെട്ടു. ആരുടെ വസതി ആക്രമിച്ചു? അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന മെക്കാളയുടെ. പക്ഷെ പിടിക്കപ്പെടുന്ന ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ. മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് ആര്? വേലുത്തമ്പി ദളവ. പിന്നീട് അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കി പാലിയത്തച്ഛനെ ആവട്ടെ മദ്രാസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം 1805. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത് എവിടെയാണ്? മണ്ണഴിയിലെ ക്ഷേത്രത്തിൽ. പാലിയത്തച്ഛനെയാണെങ്കിൽ നാടുകടത്തി. ഈ 3 പേരാണ് വളരെ വളരെ ശക്തമായ രീതിയിൽ കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യം ചെറുത്ത 3 പേർ. പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ. ഓക്കെ, ഇനി നോക്കൂ. അപ്പോൾ കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമാകുന്നു. ഭരണ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാകുന്ന വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. ഇതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമായി മാറി. അപ്പോൾ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചു, അവർ ഉൽപ്പന്നങ്ങൾ വില കൂട്ടി ചെയ്തു. ഇനി കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്ത പ്രധാനപ്പെട്ട സാധനങ്ങൾ നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. ഇറക്കുമതി ചെയ്തത് തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. കയറ്റുമതി ഇറക്കുമതി സംഭവങ്ങൾ. ഇനി നോക്കൂ, വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. അപ്പോൾ
ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയതാര്? ബ്രിട്ടീഷുകാർ. ഓക്കെ. വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ റോഡുകളും പാലങ്ങളും റെയിൽപാലങ്ങളും പണിതു. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട് തുറമുഖം വികസിപ്പിച്ചു. അന്നത്തെ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട തുറമുഖം ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയുള്ള അത് വികസിപ്പിച്ചു. ഏതെല്ലാം 3 കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. അപ്പോ അതോട് ചേർത്ത് പറയണ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നോക്കൂ, വളരെ പ്രധാനപ്പെട്ട റെയിൽവേ പാത. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഏതാണത്? ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടു കിടക്കുന്ന ഈ പാത 1861 നിർമ്മിച്ചു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? അത് ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള റെയിൽവേ പാത. സ്ഥാപിച്ച വർഷം ഏത്? 1861. ആരാണ് ആദ്യത്തെ റെയിൽവേ പാത സ്ഥാപിച്ചത്? ബ്രിട്ടീഷുകാർ. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. ഇനി അപ്പൊ ആദ്യത്തെ റെയിൽവേ വർഷം 1861. എവിടെ മുതൽ എവിടം വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു ആദ്യത്തെ റെയിൽവേ പാത. ഇനി ഭൂഖണ്ഡങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഉടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. ഇതിനെതിരെ നടന്ന കലാപങ്ങളെ പറ്റി മുൻ അധ്യായം പരാമർശിച്ചിട്ടുണ്ടല്ലോ. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഈ 1921 മാപ്പിള കലാപം ഉൾപ്പെടെയുള്ള അത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിതമായ കലാപങ്ങൾ തന്നെയാണ്. നോക്കൂ, ഈ ബ്രിട്ടീഷ് ഭരണത്തില് അവര് പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂ ഉടമകളായി കണക്കാക്കി. ആര്? ബ്രിട്ടീഷുകാർ പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂമിയുടെ ഉടമസ്ഥന്മാരായി കണക്കാക്കി. അതോടുകൂടി അവർക്ക് കൃത്യമായ നികുതി മുൻകൂട്ടി നിശ്ചയിച്ചു. ആ നികുതി അവർ കുടിയാന്മാരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് ലഹള വരുന്നത്. പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി, മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. മലബാർ കുടിയായ്മ നിയമം അതായത് ഈ മലബാർ കുടിയായ്മ നിയമം വന്നപ്പോൾ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു. കർഷകർക്ക് ഭൂമിയുടെ മേൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നാമമാത്രമായിട്ടാണെങ്കിലും അവകാശം ലഭിച്ച നിയമം ഏത്? മലബാർ കുടിയായ്മ നിയമം. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. ഏത് ശുപാർശ അടിസ്ഥാനത്തിൽ? ലോഗൻ കമ്മീഷന്റെ ശുപാർശ. ലോഗൻ കമ്മീഷൻ എന്തിനെ കുറിച്ച് അന്വേഷിച്ചാണ്? മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ് മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ചത്. ആ ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിലവിൽ വന്നതാണ് ഏത്? മലബാർ കുടിയായ്മ നിയമം. കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ബ്രിട്ടീഷ് കാലത്ത് ലഭിച്ച നിയമമാണ് മലബാർ കുടിയായ്മ നിയമം. വർഷം 1929. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂ ഉടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു.
മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക അഥവാ സർക്കാർ വക ഭൂമിയായി മാറി. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇത് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് അറിയപ്പെടുന്നു. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂ ഉടമകളായി മാറി. ഇതിനു പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടക്കേണ്ടിയിരുന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ കൊച്ചിയുടെ പോലെ തന്നെ തിരുവിതാംകൂറിലും മലബാറത്തെ കാര്യം പറഞ്ഞു. ഈ കൊച്ചി തിരുവിതാംകൂർ ഭാഗത്തേക്ക് വരുമ്പോഴും മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക ഭൂമിയായിട്ട് മാറി. ഭൂ കൈവശം വെച്ചിരുന്ന മാടമ്പിമാർ അവരുടെ എല്ലാ ഭൂമിയിൽ പണ്ടാരം വക അഥവാ സർക്കാർ വക ഭൂമിക്കാണ് പണ്ടാരം വക ഭൂമി എന്ന് പറയുക. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇതാണ് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1865. എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം? പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാനമായ വിളംബരം നടന്ന വർഷം 1865. അത് എവിടെ പ്രഖ്യാപിച്ചത്? തിരുവിതാംകൂറിൽ. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം നടപ്പിലാക്കിയ വർഷം 1896. അങ്ങനെ 1896 ജന്മി കുടിയാൻ നിയമം ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്. പിന്നീട് 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. മലബാറിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929 മലബാറിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. കൊച്ചിയിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1914. അത് ആരുടെ ശുപാർശ പ്രകാരമാണ്? ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ലോഗൻ കമ്മീഷൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചാണ് 1921 മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ചത്. ഓക്കെ, താഴെ 3 സുപ്രധാനമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മലബാർ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കിയ വർഷം 1865. പ്രത്യേകം നോട്ട് ചെയ്യണേ. പണ്ടാരപ്പാട്ട വിളംബരം 1865. അതുപോലെ തന്നെ കൊച്ചിയിലെ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1914. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. ഈ 3 വർഷം പ്രത്യേകം നോട്ട് ചെയ്യണം. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിന്റെ ഉൽപാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായി മരച്ചീനി കൃഷി ആരംഭിച്ചു. അതായത് നെല്ലിനൊക്കെ പകരം ഈ പറഞ്ഞ പോലെ നാണ്യവിളകൾ ആരംഭിച്ചു. അപ്പോൾ ഭക്ഷ്യക്ഷാമം വന്നു. ഭക്ഷ്യക്ഷാമത്തിനുള്ള പരിഹാരമാണ് മരച്ചീനി കൃഷി. പിന്നീട് ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ
കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. തേക്ക് തോട്ടം ആരംഭിച്ചത് എവിടെ? നിലമ്പൂരിൽ. അത് ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ അധീനത്തിൽ ഉടമസ്ഥയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായിട്ട് മാറി. എങ്ങനെയാണ് കേരളം? അപ്പോൾ വനഭൂമി ബ്രിട്ടീഷുകാർക്ക് പതിച്ചു കൊടുത്തു. തോട്ടങ്ങളിലെ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് പരമാവധി തോട്ടകൃഷികൾ ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇനി നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഇത് ചേർത്ത് പറയേണ്ട പോയിന്റ്, വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്ക് മരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കലക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലി കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും അദ്ദേഹം തേക്ക് വെച്ച് പിടിപ്പിച്ചു. ഇത് പിന്നീട് കൊനോലി പ്ലോട്ട് എന്നറിയപ്പെട്ടു. എന്താണ് കൊനോലി പ്ലോട്ടുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലമ്പൂരിൽ തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. എന്തിനു വേണ്ടി? വ്യാപാര ആവശ്യത്തിന് കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അത് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് അന്ന് കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കൊനോലി. ഹെൻറി വാലന്റൈൻ കൊനോലിയാണ്. ഹെൻറി വാലന്റൈൻ കൊനോലിയെ ആണ് തേക്ക് മരങ്ങളുടെ വളക്കൂറുള്ള മണ്ണ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി നിയുക്തപ്പെടുത്തിയത്. അദ്ദേഹം നിലമ്പൂരിലെ 1500 ഏക്കറിൽ തേക്ക് വെച്ച് പിടിപ്പിച്ചു. അതാണ് കൊനോലി പ്ലോട്ട്. കൊനോലി പ്ലോട്ട് എവിടെയുള്ളത്? മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ. ഓക്കെ, ആ കൊനോലി പ്ലോട്ട് വെച്ച് പിടിപ്പിച്ച വ്യക്തി അന്നത്തെ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കൊനോലി. 1823 1838 വരെ ആ വർഷം കൊണ്ടാണ് അദ്ദേഹം, ഈ 10 വർഷം കൊണ്ടാണ്, അല്ല 23 മുതൽ 38 വരെയുള്ള ഈ 15 വർഷം കൊണ്ടാണ് അദ്ദേഹം ആ തേക്ക് മരം വെച്ച് പിടിപ്പിച്ചത്. എവിടെയാണ്? നിലമ്പൂർ. ആ കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂര്. വെച്ചു പിടിപ്പിച്ച വ്യക്തിയുടെ പേര് ഹെൻറി വാലന്റൈൻ കൊനോലി. അദ്ദേഹം അന്നത്തെ കളക്ടറായിരുന്നു. പിന്നെ നെക്സ്റ്റ് നോക്കൂ, തോട്ട വ്യവസായത്തിന്റെയും പരമ്പരാഗത വ്യവസായത്തിന്റെയും വളർച്ച. തോട്ട വിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ട മേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടൊപ്പം നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തി ആർജിച്ചു. എണ്ണയാട്ട് മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ അഥവാ തൃശ്ശൂരിലെ ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. ധാരാളം ചോദ്യങ്ങൾക്കുള്ള ചാൻസുകളാണ് അവിടെ ഉള്ളത് കേട്ടോ. നോക്കൂ, ആദ്യം പറയുന്നത് ബ്രിട്ടീഷുകാർ ആരംഭിച്ച പരമ്പരാഗത വ്യവസായത്തിന്റെ വളർച്ച. അതായത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് തേയില, കാപ്പി, റബ്ബർ. അതിനുവേണ്ടി ധാരാളം, അതുപോലെ തന്നെ നാളികേരം, കയറ്, കശുവണ്ടി അറിയാലോ. എണ്ണയാട്ട് മില്ലുകൾ ഒരുപാട് കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം ഏത്? ആലപ്പുഴ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആലപ്പുഴ എന്തിന്റെ കേന്ദ്രമായിരുന്നു? വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ. ഓക്കെ, അതുപോലെ 1859 ആദ്യത്തെ കയർ ഫാക്ടറി എവിടെ സ്ഥാപിച്ചു? ആലപ്പുഴയിൽ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1859. എവിടെയാണ്? ആലപ്പുഴയിൽ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെ സ്ഥാപിച്ചു? ആലപ്പുഴയിൽ. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. കശുവണ്ടി ഫാക്ടറിയുടെ കേന്ദ്രമേത്? കൊല്ലം. കിട്ടുമായിരിക്കും.
അതുപോലെ തന്നെ ഓട്ട് കമ്പനികൾ സ്ഥാപിച്ചത് ഫറോക്ക്, കൊല്ലം, ഒല്ലൂര്. ഓട്ട് കമ്പനികൾ സ്ഥാപിച്ചത് 3 സ്ഥലങ്ങളിൽ ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. ഒല്ലൂർ തൃശ്ശൂർ ജില്ലയിലും. അതുപോലെ തന്നെ കൈത്തറി നിർമ്മാണ ശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടും. അതുപോലെ തന്നെ ബീഡി വ്യവസായത്തിന്റെ കേന്ദ്രം കണ്ണൂര്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ഓരോരോ പോയിന്റുകൾ പ്രത്യേകം എഴുതി വെക്കുക. വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം ഏത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം ഏത്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെ? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട വർഷം 1859. കശുവണ്ടി ഫാക്ടറികളുടെ കേന്ദ്രം ഏത്? കൊല്ലം. കേരളത്തിൽ ഓട്ട് കമ്പനികൾ സ്ഥാപിച്ചത് എവിടെയെല്ലാം? ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. കൈത്തറി നിർമ്മാണശാലകൾ കോഴിക്കോട്, കണ്ണൂർ. അതിൽ കണ്ണൂർ പ്രത്യേകമായിട്ട് ബീഡ് വ്യവസായത്തിന്റെ, ബീഡൊക്കെ പിന്നീട് കേട്ടായിരുന്നു. ബീഡ് വ്യവസായത്തിന്റെയും പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂരാണ്. അതിന് പുറമെയാണ് ഈ പറഞ്ഞ കൈത്തറി നിർമ്മാണശാലയുടെയും കേന്ദ്രം കേട്ടോ. ഓക്കെ. പിന്നെ ആധുനിക വ്യവസായങ്ങളുടെ ഉദയം എന്ന് പറയുന്ന ചെറിയ ടോപ്പിക് കൂടെ പറയാം നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ഭാഗമായിട്ട്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച അധിക വ്യവസായങ്ങളും ആധുനിക വ്യവസായ ശാലകളും തിരുവിതാംകൂറിലും കൊച്ചിയിലും. കാരണം തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജാക്കന്മാരായിരുന്നു ഭരിച്ചതെങ്കിൽ മലബാർ കമ്പനിയുടെ അഥവാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലായിരുന്നു. അപ്പോൾ വ്യവസായശാല കൂടുതലായിട്ട് വന്ന അവിടെയാണ്. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി പള്ളി വാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. പള്ളിവാസൽ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തിയത് പള്ളിവാസൽ വൈദ്യുത നിലയത്തിന്റെ സ്ഥാപനത്തോടെ. ഇനി അക്കാലത്ത് സ്ഥാപിച്ച പ്രധാനപ്പെട്ട വ്യവസായശാലകൾ, വളരെ പ്രധാനപ്പെട്ട വ്യവസായശാലകൾ ശ്രദ്ധിക്കണം ഏതെല്ലാമാണ് എന്നുള്ളത് കേട്ടോ. ഏതെല്ലാമാണ് നോക്കൂ, ഈ പറഞ്ഞ പോയിന്റുകൾ ഉണ്ടോ? ആധുനിക വ്യവസായശാലകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്ന് കൊല്ലത്തെ പുനലൂർ പേപ്പർ മിൽ, എറണാകുളത്തെ കളമശ്ശേരിയിലെ FACT, കൊല്ലത്തെ കുണ്ടറ സിറാമിക്സ്, തിരുവനന്തപുരത്തെ റബ്ബർ വർക്ക്സ്, കൊച്ചിയിലെ ടാറ്റ ഓയിൽ മിൽസ്, കൊച്ചിയിലെ തന്നെ അളഗപ്പ തുണി മിൽ. പ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വ്യവസായശാലകളാണ്. പുനലൂർ പേപ്പർ മിൽ ഉള്ളത് കൊല്ലത്ത്, കളമശ്ശേരി FACT ഉള്ളത് എറണാകുളം ജില്ലയിൽ, കുണ്ടറ സിറാമിക്സ് ഉള്ളത് കൊല്ലത്ത്, റബ്ബർ വർക്ക്സ് ഉള്ളത് തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ ടാറ്റ ഓയിൽ മിൽസ് ഉള്ളത് കൊച്ചിയിൽ, അളഗപ്പ തുണിമിൽ ഉള്ളത് കൊച്ചിയിൽ. കൊച്ചി 2 പറഞ്ഞിട്ടുണ്ട്, ടാറ്റ ഓയിൽ മിൽസും അളഗപ്പ തുണിമില്ലും കേട്ടോ. ഓക്കെ. ഇനി മൂലധനം സ്വരൂപിക്കുന്നതിനും പണമിടപാടുകൾ സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് വളർന്നു വന്നു. ആദ്യമായി രൂപം കണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു. കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. തുടർന്ന് ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്. ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. അതിനുശേഷം ഇംപീരിയൽ ബാങ്കും ഇന്ത്യൻ നാഷണൽ ബാങ്കും ചാർട്ടേഡ് ബാങ്കും നിലവിൽ വന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം. ഓരോരോ പോയിന്റുകൾ നമ്മൾ ആലോചിക്കണം, ഓരോന്നിന്റെ നേർക്കുള്ളത്. ബ്രിട്ടീഷുകാരുടെ വരവിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. അതായത് വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിൽ എത്തിയ പോർച്ചുഗീസ് നാവികന്റെ പേര് അൽവാരോ ബെൻഹോ. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ, പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭരണാധികാരികൾ ആരുമായിട്ടായിരുന്നു വ്യാപാരം? ചൈനക്കാരും അറബികളുമായിട്ട്. പിന്നെ ഈ കോഴിക്കോട് ശത്രുരാജ് അന്ന് ഏതായിരുന്നു? കൊച്ചിയായിരുന്നു. കൊച്ചിയുടെ
താവളം ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച പാശ്ചാത്യ ശക്തി അത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ. പിന്നെ പോർച്ചുഗീസുകാരുടെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി മരക്കാർമാരുടെ സ്ഥാപനം ഏത്? മരക്കാർ കോട്ട. എവിടെയാണ് മരക്കാർ കോട്ട? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്ത്. അദ്ദേഹം ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരി സഹായിച്ച കുഞ്ഞാലി മരക്കാരുടെ വിജയത്തെക്കുറിച്ച് എഴുതിയ അറേബ്യൻ കാവ്യം ഏത്? ഫതഹുൽ മുബീൻ. ഫതഹുൽ മുബീൻ എഴുതിയത് ആര്? ഖാസി മുഹമ്മദ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയായിരുന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷ് പാശ്ചാത്യ ശക്തികൾ കേരളത്തിൽ പോരാടി? എന്തിന്റെ കുത്തകയ്ക്ക് വേണ്ടിയായിരുന്നു? കുരുമുളകിന്റെ കുത്തകയ്ക്ക്. പോർച്ചുഗീസുകാര് തോൽപ്പിച്ചത് ആര്? ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയത് 1663. ഡച്ചുകാർക്ക് കേരളം വിട്ടു പോകേണ്ടി വന്ന യുദ്ധം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധികൾ കേരളത്തിൽ എത്തിയ വർഷം 1615. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒപ്പുവെച്ച കേരള ഭരണാധികാരി സാമൂതിരി. ബ്രിട്ടീഷുകാർ കേരളത്തിൽ സംഭരണശാല സ്ഥാപിച്ചത് വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. സൈനിക കേന്ദ്രം നടത്തിയത് അഞ്ചുതെങ്ങിൽ. അവിടുത്തെ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്ക് നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മലബാറിലെ മേൽക്കോയ്മ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് എന്ത് സന്ധി പ്രകാരം? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792. പിന്നീട് കുണ്ട്ര വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജ. പഴശ്ശി രാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പറയുന്ന പേര് പൈച്ചി രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ. പഴശ്ശി രാജയുടെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ എഴുതിയ പുസ്തകം കേരള സിംഹം. ബ്രിട്ടീഷുകാരുടെ കലാപത്തിൽ പഴശ്ശിരാജ സഹായിച്ച വ്യക്തികൾ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ. പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം 1805 നവംബർ 30. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ മരണം ആത്മഹത്യയായിരുന്നു. മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാര് ഇന്ത്യ നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള റെയിൽവേ പാത. അത് നിർമ്മിച്ചത് 1861. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? ബ്രിട്ടീഷുകാർ. പിന്നീട് മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. ഏത് കമ്മീഷൻ ശുപാർശ പ്രകാരം? ലോഗൻ കമ്മീഷൻ ശുപാർശ പ്രകാരം. മലബാറിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടുകൂടി കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായിട്ടെങ്കിലും അവകാശം ലഭിച്ചു. അതുപോലെ തന്നെ പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ വർഷം 1865 തിരുവിതാംകൂർ. കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1914. മലബാർ കുടിയായ്മ നടപ്പിലാക്കിയത് വർഷം 1929. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൊനോലി പ്ലോട്ട് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. അത് വെച്ചുപിടിപ്പിച്ചത് അന്നത്തെ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ. വർഷം 1823 ആരംഭിച്ചു, 1838 കഴിഞ്ഞു. ആ പ്ലോട്ടിന് അറിയപ്പെടുന്ന പേര് കൊനോലി പ്ലോട്ട്. സംഭവം ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങൾ: വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം ആലപ്പുഴ. അതുപോലെ തന്നെ കയർ ഫാക്ടറിയുടെ സ്ഥാപിച്ചത് ആലപ്പുഴ. അതുപോലെ തന്നെ കയർ ഫാക്ടറിയും വെളിച്ചെണ്ണ വ്യവസായ രണ്ടും ആലപ്പുഴയാണ്. കശുവണ്ടി ഫാക്ടറിയുടെ കേന്ദ്രം കൊല്ലം. ഓട്ട് കമ്പനി സ്ഥാപിച്ചത് ഫറൂഖ്
കൊല്ലം, ഒല്ലൂരും. കൈത്തറി നിർമ്മാണശാല ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോട്ടും. ബീഡി വ്യവസായമാവട്ടെ കണ്ണൂരും. പിന്നീട് കേരളത്തിൽ സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഫാക്ടറികൾ ലാസ്റ്റ് പറഞ്ഞ പോലെ പുനലൂർ പേപ്പർ മില്ല് കൊല്ലത്ത്, കളമശ്ശേരി അഥവാ FACT എറണാകുളത്ത്, കുണ്ടറ സെറാമിക്സ് കൊല്ലത്ത്, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്ത്, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിൽ, അളഗപ്പ തുണിമില്ല് കൊച്ചിയിൽ. അതുപോലെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് കേട്ടോ. വളരെ വേഗം എഴുതി വെക്കണം, വീണ്ടും വീണ്ടും ആവർത്തിക്കണം കേട്ടോ. ഓക്കെ, തന്നെ അടുത്ത ഭാഗം വൈകാതെ എടുക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. വിഷ് യു എ നൈസ് ആൻഡ് ഫാന്റാസ്റ്റിക് ഫ്യൂച്ചർ ഫോർ യു. ഓൾ ദി ബെസ്റ്റ്.